ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ 21-22 ന്യൂലി ഇൻസേർട്ടഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 115 BAC. സോ ഇത് ആപ്ലിക്കബിൾ ആകുന്നത് ഇൻഡിവിജ്വൽസിനും HUF-നുമാണ്. ഇൻഡിവിജ്വൽസിനും HUF-നും നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു കൺസെഷണൽ റേറ്റ് കൊടുക്കുന്ന ഒരു സെക്ഷനാണ്. സോ നമുക്ക് നോർമലി ഇൻഡിവിജ്വലിനും HUF-നും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്ക് നോർമൽ പ്രൊവിഷൻസ് പ്രകാരം ഇതുണ്ട്. സോ ഇവർക്ക് ഇതാണ് ഈ കൺസെഷണൽ റേറ്റ് എടുക്കണോ എന്നുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആകണമെങ്കിൽ കുറേ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് അസസിക്ക് മാൻഡേറ്ററി ആയിട്ടല്ല, അസസിയുടെ ഒരു ഓപ്ഷനാണ്. നോർമൽ പ്രൊവിഷൻസ് പ്രകാരം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണം, ഇൻകം ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യണോ, അതല്ല എങ്കിൽ 115 BAC പ്രകാരം ഇൻകം ടാക്സ് ലയബിലിറ്റി, അതായത് കൺസെഷണൽ റേറ്റിൽ ഇൻകം ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യണമെന്നുള്ളതാണ്. സോ നമുക്ക് സെക്ഷനിലേക്ക് കിടക്കാം. So section 115 BAC, tax on income of individual and HUF. ഇൻഡിവിജ്വൽസിനും HUF-നും ഒരു ഓപ്ഷനാണ്, ഓപ്ഷൻ ടു പേ ഇൻകം ടാക്സ് അറ്റ് കൺസെഷണൽ ടാക്സ് സ്ലാബ് റേറ്റ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് HUF. Okay. So as per section 115 BAC, individuals or HUF have an option to pay tax in respect of their total income other than, so okay, tax under section 111A, 112, 112A, 115BB at the following concession is subject to certain conditions. ചുമ്മാ അങ്ങ് നമുക്ക് 115 BAC-ൽ കൺസെഷൻ റേറ്റ് കിട്ടുമല്ല, 115 BAC-ൽ കുറേ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന രീതിയിൽ കൺസെഷൻ, ദാറ്റ് മീൻസ് അപ് ടു 2,50,000 ബേസിക് എക്സംഷൻ ലിമിറ്റ് ആണ്, നില്ലാണ്. ദെൻ 2,50,001 to 5,05%, then 5,01 to 7,50,000 10%, 7,50,001 to 10,15%, അതേപോലെ 10 lakh and 1 to 12,50,000 20%, 12,50,001 to 15 lakh 25%, above 15 lakh 30%. ഓക്കെ, സോ അതായത് നമ്മുടെ നോക്കിയ സെക്ഷൻ 111A, section 112, section 112 capital A, then section 115BB. Okay. So ഇത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ പറയുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓഫ് സെക്യൂരിറ്റീസ് പറയുന്നതാണ്. ഇത് ഫ്ലാറ്റ് 15% ആണ്. ഇവിടെ നോർമലി 10% ആണ്. ഇവിടെ 1 lakh എക്സീഡ് ചെയ്താൽ 10%, ഇവിടെ ഫ്ലാറ്റ്. സോ ദാറ്റ് മീൻസ് സ്പെഷ്യൽ റേറ്റ് ഉള്ള ഇൻകത്തിനൊഴിച്ച് ബാക്കി എല്ലാ ഇൻകത്തിലും നമുക്ക് എന്താണ് 115 BAC ആപ്ലിക്കബിൾ ആകുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF 115 BAC ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ എന്താണ് ഈ കൺസെഷണൽ റേറ്റിലായിരിക്കും. സോ ദാറ്റ് മീൻസ് നമുക്കിപ്പം ഇത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നോർമലി ഒരു അസസിക്ക് നമുക്ക് അറിയാവുന്നതാണ് അപ് ടു 2,50,000 2.5 lakh വരെ നിൽ, ദെൻ 2,50,001 to 5 lakh 5%, then 5 lakh to 10 lakh 20%, exceeds 10 lakh 30%. ആണ് നോർമൽ പ്രൊവിഷൻസ് പ്രകാരമുള്ള സ്ലാബ് റേറ്റ്. അസസ്മെന്റ് ഇയർ 2021-22-ലും അത് തന്നെയാണ് നമ്മുടെ സ്ലാബ് റേറ്റ്. ഓക്കെ, സോ പിന്നെ 60 റെസിഡന്റ് ഇൻഡിവിജ്വൽ ഹാവിംഗ് 60 years or more, നമുക്ക് 2.5 lakh എന്നുള്ളത് 3 lakh ആകും. സോ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഹാവിംഗ് ഏജ് 80 years or more, സൂപ്പർ സീനിയർ എന്നൊക്കെ നമുക്ക് പറയാം, അവർക്ക് അപ് ടു 5 lakh നില്ലാണ്. 5 lakh to 10 lakh 20%, ഇഫ് ഇറ്റ് എക്സീഡ്സ് 10 lakh then 30% ആണ് നോർമൽ പ്രൊവിഷൻ പ്രകാരമുള്ള നോർമൽ ടാക്സ് പ്രൊവിഷൻ. സോ പ്രകാരമുള്ള ടാക്സ് റേറ്റ്. സോ നമ്മൾ 115 BAC-ൽ കുറേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ പറയുന്ന സ്പെഷ്യൽ റേറ്റ് ഉള്ള സെക്ഷൻസിനൊഴിച്ച് അല്ലെങ്കിൽ സ്പെഷ്യൽ റേറ്റ് ഉള്ള ഇൻകത്തിനൊഴിച്ച് ബാക്കി ഇൻകം 2,50,000 വരെ നമുക്ക് ടാക്സ് ഇല്ല. 2,50,000 മുതൽ 5 lakh വരെ 5%, then 5 lakh to 7.5 lakh 10%, 7.5 lakh to 10 lakh 15%, 10 lakh to 12,50,000 20%, 12,50,001 to 15 lakh
25%. If it exceeds above 15 lakhs, 30%. So നമുക്ക് തോന്നാം ഒറ്റയടിക്കോ നമുക്ക് ലാഭമാണ് ഇത്, ഈ ഒരു ഓപ്ഷൻ ലാഭമാണല്ലോ. അങ്ങനെയല്ല, ചുമ്മാ അങ്ങ് തരികയല്ല, ഒത്തിരി കണ്ടീഷൻസ് അല്ലെങ്കിൽ കുറേ സബ്ജക്ട് ടു സെർട്ടൈൻ കണ്ടീഷൻസ്. സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് എനിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോ എച്ച് എഫിനോ എന്തോ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതും അസസിയുടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ എച്ച് എഫിന്റെ ഓപ്ഷനാണ്. ഏതാണോ ഫേവറബിൾ അത് ചൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് കണ്ടീഷൻസ് നോക്കാം. കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ്. ഓക്കെ, സോ സെക്ഷൻ പറയുന്ന under section 115 BAC subsection 2 provide that while computing total income, the following deductions or exemptions would not allowed if an individual or HF opt for concession. So concessional tax rate എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിഡക്ഷൻ അല്ലെങ്കിൽ എക്സംഷൻസ് ഒന്നും തന്നെ ആർക്ക് കിട്ടില്ല? ഇൻഡിവിജ്വലിനോ എച്ച് എഫിനോ അലൗഡ് അല്ല. സോ ഫസ്റ്റ് വൺ എന്താണ്? 10 സബ്സെക്ഷൻ 1 പ്രകാരം ലീവ് ട്രാവൽ കൺസെഷൻ നമ്മൾ സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കണ്ടുപിടിക്കുന്നതാണ്. സോ ലീവ് ട്രാവൽ കൺസെഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ പ്രൊവിഷൻസിൽ അത് അലൗഡ് ആണ്. ബട്ട് ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഈ പറയുന്ന ലീവ് ട്രാവൽ കൺസെഷൻ ആൻഡ് സബ്സെക്ഷൻ 5 പ്രകാരമുള്ള എക്സംഷൻ വിൽ നോട്ട് ബി അലൗഡ്. ദെൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് HRA. സോ സാലറിക്കാർക്ക് HRA അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 13A. 10 സബ്സെക്ഷൻ 13A പ്രകാരമുള്ള HR നമുക്കറിയാം. നമ്മൾ HRA കമ്പ്യൂട്ട് ചെയ്യുന്ന ആക്ച്വൽ HRAയിൽ നിന്ന് 10 സബ്സെക്ഷൻ 13A ലിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് വിൽ ബി എക്സംപ്റ്റഡ് അണ്ടർ ദ ഹെഡ് സാലറി. എന്തൊക്കെയായിരുന്നത്? ആക്ച്വൽ excess of rent paid over 10% of salary, or 40% or 50% in case of metros. അതിൽ ലീസ്റ്റ് ആണ് നമുക്ക് എന്ത് 10 സബ്സെക്ഷൻ 13A പ്രകാരം എക്സംഷൻ കിട്ടാറുള്ളത്. ദെൻ നോക്കാം, നമ്മൾ 10 സബ്സെക്ഷൻ 14 കുറേ അലവൻസസ് പഠിച്ചിട്ടുണ്ട്. അതർ ദാൻ ട്രാൻസ്പോർട്ട് ഓർ കൺവെയൻസ് ടു മീറ്റ് കോസ്റ്റ് ഓഫ് ട്രാവൽ ഓർ ഡെയിലി അലവൻസ് അറ്റ് പ്ലേസ് ഓഫ് ഡ്യൂട്ടി. ഓക്കെ, സോ അതിനകത്ത് കുറേ അലവൻസസ് പറയുന്നുണ്ട്. കൺവെയൻസ് അലവൻസും ട്രാൻസ്പോർട്ട് അലവൻസും ഡെയിലി അലവൻസ് അറ്റ് പ്ലേസ് ഓഫ് ഡ്യൂട്ടി. അവിടെയുള്ള അതൊഴിച്ച് ബാക്കി എല്ലാ 10 സബ്സെക്ഷൻ 14 പറയുന്ന അലവൻസ് എക്സംപ്റ്റഡ് അലവൻസും എന്താണ് ഇവിടെ എക്സംഷൻ ആയിട്ട് കിട്ടില്ല. ദെൻ 10 സബ്സെക്ഷൻ 17 പ്രകാരം അലവൻസ് ടു MLA, MPs, etc. Okay. Then next one very important. എന്താണ് 10 സബ്സെക്ഷൻ 32? നമ്മൾ ഏതിനകത്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ക്ലബിംഗ് ഓഫ് ഇൻകം. മൈനറുടെ ഇൻകം പാരന്റിന്റെ കൂടെ ക്ലബ് ചെയ്യുന്നത് സെക്ഷൻ ഏതാണ്? 64 സബ്സെക്ഷൻ 1A. അങ്ങനെ അതിൽ ക്ലബ് ചെയ്യുകയാണെങ്കിൽ നോർമൽ പ്രൊവിഷൻസ് പ്രകാരം സെക്ഷൻ 10 സബ്സെക്ഷൻ 32 പ്രകാരം 1500 per child. Okay, so 1500 maximum of 1500 per child നമുക്ക് എക്സംഷൻ ആയിട്ട് കിട്ടുമായിരുന്നു 10 സബ്സെക്ഷൻ 32 പ്രകാരം. അത് എന്തിൽ കിട്ടില്ല? ഞാൻ 115 BAC പ്രകാരം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓർ HF 115 BAC പ്രകാരം ആണ് ടാക്സ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ടാക്സ് പേ ചെയ്യാൻ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 115 BAC ഓപ്റ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടില്ല? സോ മൈനറുടെ ഇൻകം ക്ലബ് ചെയ്യില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ക്ലബ് ചെയ്യും. ബട്ട് എന്ത് കിട്ടില്ല? 10 സബ്സെക്ഷൻ 32 പ്രകാരമുള്ള എക്സംഷൻ 1500 per child കിട്ടില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സെക്ഷൻ 10AA സ്പെഷ്യൽ എക്കണോമിക് സോൺ. സെക്ഷൻ 10AA സ്പെഷ്യൽ എക്കണോമിക് സോണിൽ കിട്ടുന്ന എക്സംഷൻ നമുക്ക് എന്തിൽ കിട്ടില്ല? 115 BAC. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ്, സാലറിക്കാർക്കാണിത്. സെക്ഷൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ നോർമൽ പ്രൊവിഷൻ എടുത്താൽ ഒറ്റയടിക്ക് സാലറി കിട്ടുന്നത് 16 ക്ലോസ് IA പ്രകാരം 50,000 ഡിഡക്ട് ചെയ്യുമായിരുന്നു. ആ ഡിഡക്ഷൻ എന്തിൽ കിട്ടില്ല? ഞാൻ 115 BAC ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കിട്ടില്ല. എന്റർടൈൻമെന്റ് അലവൻസ് അണ്ടർ സെക്ഷൻ 16 ക്ലോസ് 2 കിട്ടില്ല. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ക്ലോസ് 3 16 ക്ലോസ് 3 ഇത് പറഞ്ഞിട്ടുണ്ടോ? അതായത് സാലറിയിൽ പറയുന്ന സെക്ഷൻ 16 ഡിഡക്ഷൻ എന്തിൽ കിട്ടില്ല അല്ലെങ്കിൽ എലിജിബിൾ അല്ല അല്ലെങ്കിൽ ഡിസലൗഡ് ആണ്. ഏത് സെക്ഷൻ ഞാൻ ഓപ്റ്റ് ചെയ്യുവാണെങ്കിൽ കൺസെഷൻ റേറ്റ് വേണം എനിക്ക് 115 BAC പ്രകാരം വേണമെങ്കിൽ, പിന്നെ സാലറി ഇൻകം ടാക്സബിൾ അല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 കിട്ടില്ല. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അണ്ടർ സെക്ഷൻ 24 ക്ലോസ് B. Okay.
interest on loan under section 24 clause B. Interest on loan in respect of self-occupied property under section 23 subsection. നമുക്കറിയാം 24 clause B പ്രകാരം സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് കുറേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ 2 lakhs വരെ കിട്ടാം, അല്ലെങ്കിൽ 30,000. ഓക്കെ, സോ ഇതെന്ത് കിട്ടില്ല എന്നാണ് പറഞ്ഞത്? ദാറ്റ് മീൻസ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഞാൻ ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതെന്തായിട്ട് വരും? ലോസ് ആയിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ എന്താണ് 24 ബിയിലുള്ള ഇൻട്രസ്റ്റ് എന്തിലെടുക്കാൻ പറ്റില്ല? നമ്മൾ 115 BAC ഓപ്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കൺസെഷണൽ ടാക്സ് റേറ്റ് വേണം എന്ന് ഞാൻ പറയുവാണെങ്കിൽ ആ ഓപ്ഷൻ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ 24 ബിയിൽ പറഞ്ഞിരിക്കുന്ന സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ എന്തായിരിക്കും? ഉറപ്പായിട്ടും ഗ്രോസ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. എനിക്കത് ഞാനൊരു ലോസ് ആണ് കാണിക്കാൻ പോകുന്നത് ഉറപ്പാണ്. അത് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഏത് ഓപ്ഷനിൽ പോയാൽ? 115 BAC ഓപ്ഷനിലേക്ക് പോയാൽ. Then very important, loss under the head of income from house property of let out. So let out property loss on shall not be allowed to be set off under any other head and would not be allowed to be set off under any other head and would be allowed to carry forward. Okay. So അതെന്താണ് പറയുന്നത്? നമ്മൾ ക്ലബിംഗ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 71 പ്രകാരം നമുക്ക് എന്താണ്? HP loss can be set off against other heads. So നമ്മൾ നോർമലി സാലറി ആയിട്ടൊക്കെ സെറ്റ് ഓഫ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ 115 BAC എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വേറെ ഹെഡുമായിട്ട് സെക്ഷൻ 71 പ്രകാരം വേറെ ഹെഡുമായിട്ട് എന്താണ്? HP ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ്? സെക്ഷൻ 71B പ്രകാരം എന്ത് ചെയ്യാം? എനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. സോ നെക്സ്റ്റ് ഇയറിൽ എനിക്ക് എന്തുണ്ടെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടെങ്കിൽ എനിക്ക് അതുമായിട്ട് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, സോ വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് 71 പ്രകാരം HP ലോസ് ഉണ്ടെങ്കിൽ എന്തിനകത്ത് HP ലോസ്? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് ലോസ് ഉണ്ടെങ്കിൽ അത് വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എനിക്ക് എന്താണ്? സെക്ഷൻ 71 പ്രകാരം വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ allowed to be carry forward and would be allowed to 71 പ്രകാരം എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. Then next one, additional depreciation. നമുക്കറിയാം നമ്മൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ 32 subsection 1 clause 2A 20% ആണ് മാനുഫാക്ചറിങ് എൻറ്റിറ്റീസിനും ഇലക്ട്രിസിറ്റി ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ എൻറ്റിറ്റീസിനുമാണ് നമുക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നത്. അത് ഇന്ത്യയിൽ കിട്ടില്ല. 115 BAC എടുത്താൽ ഈ പറഞ്ഞ അഡീഷണൽ ഡിപ്രീസിയേഷൻ എലിജിബിൾ അല്ല. Then deduction under section 33AB T development account, 33 ABA site restoration account ആണ്. അതും ഒന്നും തന്നെ എന്തിൽ കിട്ടില്ല? 115 BAC ഉണ്ടെങ്കിൽ കിട്ടില്ല. Then various deduction donation. So section 35 പ്രകാരം ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 35 subsection 1 clause 2 clause 2A clause 3 or 35 subsection 2AA ഇതിലൊന്നും തന്നെ എന്ത് കിട്ടില്ല? നമ്മൾ പഠിച്ചതാണ് 100% ഡിഡക്ഷൻസ് കിട്ടുന്ന സെക്ഷൻ ആണ്, ബിസിനസ്സിൽ കിട്ടുന്നതാണ്. ബട്ട് എവിടെ കിട്ടില്ല? 115 BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നോട്ട് എലിജിബിൾ, ഈ ഡിഡക്ഷൻസ് കിട്ടില്ല. ദെൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35AD സ്പെസിഫൈഡ് ബിസിനസ്സിന് എന്താണ് 100% ഡിഡക്ഷൻ കിട്ടുന്നതാണ്, അത് കിട്ടില്ല. ദെൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35 CCC അത് നമുക്ക് എവിടെ കിട്ടില്ല? 115 BAC ഓപ്റ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, ഡിഡക്ഷൻ ഇൻട്രസ്റ്റ്. അതായത് നമുക്ക് IFOS ഫാമിലി പെൻഷൻ കിട്ടിയാൽ അണ്ടർ സെക്ഷൻ 57 പ്രകാരം നമുക്കൊരു ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അത് എത്രയാണ്? 1/3 കിട്ടിയ ഫാമിലി പെൻഷൻ്റെ 1/3 ഓഫ് ഫാമിലി പെൻഷൻ ഓർ 15,000 പെർ ആനം. ഇതിലേതാണോ ലീസ്റ്റ് അത്രയും നമുക്ക് എന്ത് കിട്ടുന്നതാണ്? എക്സംഷൻ കിട്ടുന്നതാണ്. ബട്ട് 115 BAC ഓപ്റ്റ് ചെയ്താൽ കിട്ടില്ല. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് വൺ, ചാപ്റ്റർ 6 ഡിഡക്ഷനിൽ സെക്ഷൻ 80C മുതൽ സെക്ഷൻ 80U വരെയുള്ള ഡിഡക്ഷൻ ഒന്നും തന്നെ കിട്ടത്തില്ല. അതിന് 2 എക്സെപ്ഷൻ ഉണ്ട്. കിട്ടുന്ന 2 സെക്ഷനാണ് സെക്ഷൻ 80CCD സബ്സെക്ഷൻ 2 ആൻഡ് സെക്ഷൻ 80JJAA. സോ നോ എംപ്ലോയീസ് ഉണ്ടാകുന്നത്. ദെൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ആണ് ഇതിനകത്ത് പറയുന്നത്. നാഷണൽ പെൻഷൻ സ്കീം കേസിലേക്ക് പറയുന്നതാണ് 80CCD സബ്സെക്ഷൻ 2. Then 80JJAA, that means no employees വരുന്ന, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെക്ഷൻ ആണ് ഓൾറെഡി. നോ എംപ്ലോയീസിന് വരുന്ന എലിജിബിലിറ്റി വരുന്ന നോ എംപ്ലോയീസിന്
വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വേജസ് ആണ് 80JJAA ഡിഡക്ഷൻ ആയിട്ട് വരുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് എന്താണ് ഇത്രയും ഡിഡക്ഷൻസ് അല്ലെങ്കിൽ എക്സംഷൻസ് എന്തിൽ കിട്ടില്ല, ഇതെല്ലാം കിട്ടാതെ വരുന്ന ടോട്ടൽ ഇൻകത്തിന്റെ പുറത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ കൺസെഷൻ റേറ്റ്. അതായത് കണ്ടോ, സോ ചുമ്മാ അങ്ങ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉറപ്പായിട്ടും ഏത് ഓപ്ഷൻ ആയിരിക്കും എടുക്കുന്നത്, ഈ ഓപ്ഷൻ ആയിരിക്കും 115 BAC ആയിരിക്കും. ബട്ട് ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സ്ലാബ് റേറ്റ് 5, 10, 15, 20, 25 എന്നുള്ള രീതിയിൽ റേറ്റ് ആപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ, ദെൻ അതർ പോയിന്റ്സ്, സം അതർ പോയിന്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. Not allowed to set off any Bradford loss or depreciation attributable to any of the deduction referred above. Okay, so മേളിൽ പറഞ്ഞ ഏതെങ്കിലും സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, ലോസ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ അലോ ചെയ്യത്തില്ല. നോട്ട് അലൗഡ് ടു സെറ്റ് ഓഫ് എനി ലോസ് ഫ്രം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അഗെയിൻസ്റ്റ് അതർ ഹെഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇത്. സെക്ഷൻ 71 പ്രകാരം HP ലോസ്, ദാറ്റ് മീൻസ് വേറെ ഹെഡുമായിട്ട് HP എന്നുണ്ടാകുന്ന ലോസ് വേറൊരു ഹെഡുമായിട്ട് നോർമൽ പ്രൊവിഷൻ പ്രകാരം 71 പ്രകാരം വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ബട്ട് നമ്മൾ 115 BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം സെറ്റ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ലോസ് വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. Then very important, depreciation under section 32 except additional depreciation under section 32 subsection 1 clause 2A would have to be claimed in such a manner as may be prescribed. Where there is a depreciation allowance in respect of a block from earlier assessment year attributable to additional depreciation which has not given full effect prior to assessment year 21-22, which is not allowed to be set off in the assessment year 21-22 due to exercise of option under section 115 BAC from that year, corresponding adjustment shall be made to the WDV of such block of asset as on 1/4/2020 in the prescribed manner. That is, WDV as on 1/4/2020 will be increased by unabsorbed additional depreciation not allowed to be set off. So നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇപ്പം സെക്ഷൻ 32 subsection 1 clause 2A additional depreciation നമുക്ക് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 20% ആണ്. ഇഫ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി പുട്ട് ടു യൂസ് ലെസ് ദാൻ 180 ഡേയ്സ്, ലെസ് ദാൻ 180 നമുക്ക് എന്താണ് ഹാഫ് ഈസ് എലിജിബിൾ. ദെൻ ആ പ്രൊവിഷനിൽ പറയുന്നുണ്ട് റിമൈനിങ് ഹാഫ് 10% എന്താണ് ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് 115 BAC യൂസ് ചെയ്താൽ എന്താണ് നോർമൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം, അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സെനാരിയോ വന്നാൽ എന്താണ് ഈ മിച്ചമുള്ളത് 1/4/2020 ഉള്ള WDVയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ആഡ് ചെയ്യാൻ. ദാറ്റ് മീൻസ് ഈ ക്ലെയിം ചെയ്യാത്ത അൺഅബ്സോർബ്ഡ് അഡീഷണൽ ഡിപ്രീസിയേഷൻ നോട്ട് അലൗഡ് ടു ബി സെറ്റ് ഓഫ്. സോ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നോർമൽ ഡിപ്രീസിയേഷനകത്ത് അത് കുറച്ചെടുക്കാം. ഓക്കെ, ഭാവിയിൽ കുറച്ചെടുക്കാം. സോ അങ്ങനെ ഒരു ഓപ്ഷനാണുള്ളത്. സോ ഈ പറയുന്ന റിമൈനിങ് 10% നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ നോർമൽ സ്കീമായിരുന്നു, ഈ വർഷം നമ്മൾ 115 BAC ആണ് എടുക്കുന്നതെങ്കിൽ എന്താണ് മിച്ചമുള്ള അഡീഷണൽ ഡിപ്രീസിയേഷൻ ആ എലിജിബിൾ ഹാഫ് നമുക്ക് നോർമലി പോർഷൻ കിട്ടുന്നതാണ്, ഇവിടെ കിട്ടില്ല. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, WDVയുടെ കൂടെ ആ പറയുന്ന പർട്ടിക്കുലർ വാല്യൂ എന്താണോ അത് ആഡ് ചെയ്യാന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നോർമലി. ദെൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഇതാണ് ഫസസി ഓപ്റ്റ് സെക്ഷൻ 115 BAC, the maximum depreciation allowed is 40%. That means ഒരു തരത്തിലുള്ള എൻഹാൻസ്ഡ് അല്ലെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ, ദാറ്റ് മീൻസ് 40 അല്ലെ നമുക്കറിയാവുന്നതാണ് ഏറ്റവും മാക്സിമം റേറ്റ് 40% ആണ്. 100% എഴുതി കളയുന്ന പല കേസ് നമ്മൾ 35, 35 AD എല്ലാം തന്നെ എന്താണ് ഡിസലവൻസ് ആണ്. സോ ദാറ്റ് മീൻസ് എന്താണ് 40% പ്ലസ് സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് 2A, അതായത് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, എന്താണ് മാക്സിമം ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറയുന്നത് എത്രയാണ്, only up to maximum of 40%. നമുക്കറിയാവുന്നതാണ് മാക്സിമം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 40% ആണ് വരുന്നത്. കമ്പ്യൂട്ടറിനും ബുക്സിനും ഒക്കെ വരുന്നത് മാക്സിമം റേറ്റ് ഈസ് 40%. ഓക്കെ, ദെൻ so he shall not be allowed to claim any exemption or deduction from allowance or perquisites provided under any other law for the time. So വേറെ ഏതെങ്കിലും പെർക്യൂസിറ്റോ അലവൻസോ കിട്ടിയാലും will not be allowed to claim any exemption. So അതെല്ലാം എന്തായിരിക്കും taxable ആയിരിക്കും. If subsequently the individual or chief not satisfied any of the foregoing condition, the option of concession rate shall be
become invalid. ഈ പറയുന്ന കണ്ടീഷൻ ഏതെങ്കിലും വയലേറ്റ് ചെയ്താൽ SSCക്ക് എന്താണ് 115 BAC എന്താണ് കൺസെഷൻ റേറ്റ് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻവാലിഡ് ആകും. An individual or HUF does not have any income from business or profession. So business income illa engil would have an option to choose either of two options each year depending upon their tax liability. So ഞാൻ ഒരു ഇൻഡിവിജ്വൽ ആണ്, എന്താണ് അത് പറയുന്നത്, ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, എനിക്ക് എന്തില്ല, ബിസിനസ് PGBP അല്ലെങ്കിൽ ബിസിനസ്സിലോ പ്രൊഫഷനിലോ ഇൻകം ഇല്ല എങ്കിൽ എനിക്ക് ബിസിനസ്സിനോ പ്രൊഫഷനോ ഇൻകം ഇല്ലെങ്കിൽ, സോ അതായത് അസസ്മെന്റ് ഇയർ 21-22 ഞാൻ 115 BAC എടുത്തു. അസസ്മെന്റ് ഇയർ 22-23 എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ BAC ഓപ്ഷൻ എടുക്കാതെ പോകാം. എനിക്ക് എന്തില്ല എങ്കിൽ PGBP ഇൻകം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അണ്ടർ ദ ഹെഡ് PGBPയിൽ എനിക്ക് ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഓരോ വർഷവും എനിക്ക് ഏതാണോ ബെനിഫിറ്റ് അതനുസരിച്ചിട്ട് എനിക്ക് ഓപ്ഷൻ എടുക്കാം. പക്ഷേ an individual or having business income from business or profession, the option 1 exercised cannot be withdrawn. In such case, option 1 exercised would be applicable for all subsequent assessment years and can be withdrawn only once for a previous year other than the year in which it was exercised, and thereafter the individual or HUF was never eligible for exercise option under this section. Okay. Except where such individual or HUF ceases to have any business or professional income. So ഇവിടെ എന്താണ് പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ ഉള്ള സിനാരിയോ പറയുന്നത്, എനിക്ക് ബിസിനസ്, എനിക്ക് ഇപ്പം ഒരു ഇൻഡിവിജ്വൽ ആണ്, എനിക്ക് PGBP ഇൻകം ഉണ്ടെങ്കിൽ, സോ അസസ്മെന്റ് ഇയർ 21-22 ഞാൻ സെക്ഷൻ 115 BAC ഓപ്റ്റ് ചെയ്താൽ, സോ എനിക്ക് PGBP ഇൻകം ഉണ്ടെങ്കിൽ, പിന്നെ നേരത്തെ കേസിൽ PGBP ഉണ്ടെങ്കിൽ എനിക്ക് ഓരോ വർഷവും ഏത് വേണമെങ്കിലും എടുക്കാം, എനിക്ക് ഏതാണോ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ബട്ട് PGBP ആണെങ്കിൽ ഇവിടെ അങ്ങോട്ടുള്ള സബ്സീക്വന്റ് ഇയറിൽ എന്തെങ്കിലും ഓപ്റ്റ് ചെയ്തിരിക്കണം, സെക്ഷൻ 115 BAC. സോ പിന്നെ ഒരു കേസ് പറയുന്നത്, ഈ ഇയറിൽ വെച്ച് വേറെ ഏതെങ്കിലും പ്രീവിയസ് ഇയറിൽ എനിക്ക് ഒരു നിവൃത്തിയിൽ ഇത് ഭയങ്കര ഇൻകം ആണെങ്കിൽ എനിക്ക് ഓപ്ഷൻ മാറ്റാം, പക്ഷേ പിന്നീട് ഒരിക്കലും എനിക്ക് എന്താണ് 115 BAC ഓപ്ഷനിലേക്ക് വരാൻ പറ്റില്ല. പക്ഷെ അതിനകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്, എനിക്ക് ഇപ്പം അസസ്മെന്റ് ഇയർ 23-24 മുതൽ ബിസിനസ് ഇൻകമേ ഇല്ല എങ്കിൽ, സോ സീസസ് ടു ഹാവ് എനി ബിസിനസ് ഇൻകം, ആ കേസിൽ എനിക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് പോകും. ഓരോ വർഷവും ബിസിനസ് ഇൻകം ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഓരോ വർഷവും എനിക്ക് ഏതാണോ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത് ആ ഓപ്ഷൻ ചൂസ് ചെയ്യാം. Then normal provisions ആണ് 87A available if the assessee opt for 115 BAC എടുത്താലും 87A rebate ഓപ്ഷൻ എലിജിബിൾ ആണ്. Then സർചാർജ് ആപ്ലിക്കബിൾ ആണ്, ഏതാണ് ഇൻകം ഏത് സ്ലാബിലാണ് ഏത് ഇതിലാണോ വരുന്നത് അതനുസരിച്ചിട്ട് സർചാർജ് വരും. സോ നമ്മൾ AMT ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. സോ AMT എടുക്കുക എന്നുള്ളവർക്ക് എന്തായിരിക്കും 115 BAC for assessee opt to BAC, then AMT not applicable. So 115 BAC AMT applicable ആകില്ല. സോ അസസി 115 BAC എടുക്കുകയാണെങ്കിൽ AMT അണ്ടർ സെക്ഷൻ 115 JC ആപ്ലിക്കബിൾ ആകില്ല. സോ അവർക്ക് AMT എടുക്കില്ല. If employee intending, so salaried person considered under section 115 BAC may intimate the employer. So ഇത് എന്തിനു വേണ്ടിയാണ്, TDS ഡിഡക്ട് ചെയ്യാൻ എംപ്ലോയർക്ക് അതനുസരിച്ചിട്ടാണ്. സോ നോർമൽ പ്രൊവിഷൻ ആയിരിക്കില്ലല്ലോ, കൺസെഷൻ റേറ്റ് അല്ല. സോ എംപ്ലോയറോട് പറയാണ്, എനിക്ക് ഞാൻ ഇൻവെഷൻ കൊടുക്കുകയാണ് 115 BAC പ്രകാരം TDS പിടിച്ചോളാൻ പറയാണ്. ബൈ എംപ്ലോയർ, if such intimation is not made, the employer shall deduct TDS as per normal provision. The intimations are made to employer shall only for the purpose of TDS during the previous year and cannot be modified during that year. However, at the time of return filing, employee may make different. So employer-ഓട് ഞാൻ ഇയറിന്റെ ബിഗിനിങ്ങിൽ പറയാണ് ഓപ്ഷൻ എടുത്തോളൂ. ബട്ട് പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്താണ് ETD-യിലും ഒക്കെ ചിലപ്പോൾ സംടൈംസ് ആക്ച്വലി ഡിപ്പെൻഡ് ആയിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും രീതിയിൽ എക്സ്പെൻഡിച്ചർ ഒക്കെ വന്നാൽ ആക്ച്വൽ കാണിച്ചാൽ എനിക്ക് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അറ്റ് ദ ടൈം ഓഫ് ഫയലിംഗ് റിട്ടേൺ ഞാൻ എന്ത് ചെയ്യും, ഓപ്ഷൻ മാറ്റും. ഓക്കെ, സോ TDS എംപ്ലോയർ TDS പിടിക്കുന്ന ഏത് ഓപ്ഷൻ പ്രകാരമായിരിക്കും, 115 BAC പ്രകാരമായിരിക്കും TDS പിടിച്ചിരിക്കുന്നത്. ബട്ട് എനിക്ക് എന്താണ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഡിഫറെന്റ് ഓപ്ഷൻ എടുക്കാം. ദാറ്റ് മീൻസ് നോർമൽ പ്രൊവിഷൻസ് പ്രകാരം ചാപ്റ്റർ 6 ഡിഡക്ഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ക്ലെയിം ചെയ്ത് ചെയ്യാം. ഇൻ കേസ് an employee
in case an employee who has income under the head profit and gains of business provision, the intimation to be to the employer in that case for subsequent previous year must not deviate. Okay, so business income ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും 115 BAC once ഓപ്റ്റ് ചെയ്താൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫറെന്റ് ഓപ്ഷനിലേക്ക് പോകാൻ എന്താണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ബിസിനസ് ഇൻകം ഇല്ല, സീസസ് ടു ഏൺ ബിസിനസ് ഇൻകം. PGBP ഹെഡിൽ ഇൻകം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഏതാണോ ബെനിഫിറ്റ് ആ ഓപ്ഷനിലേക്ക് പോകാം. സോ ഇത്രയാണ് നമ്മുടെ 115 BAC പറയുന്ന തിയറി. എന്നിട്ട് പ്രോബ്ലംസ് നോക്കാം നമുക്ക്. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് Delhi both as per regular provisions of Income Tax Act 1961 and as per section 115 BAC for the assessment year 21-22. Advise Mr. S whether would opt for section 115 BAC. So salary details, salary including dearness allowance, then bonus, salary of servant provided by the employer, rent paid by S for accommodation, then bills paid by employer for gas, water provided free of cost, and the above flat. Yes, purchased a flat in a cooperative housing society in Delhi for rupees 4,75,000 in April 2014, which was financed by loan from Life Insurance Corporation of India of rupees 1,60,000 at 15% interest, his own savings of rupees 65,000, and a deposit from a nationalized bank for rupees 2,50,000 to whom this flat was given on lease for 10 years. The rent payable by the bank was rupees 3,500 per month. The following are the particulars: municipal tax paid by Mr. S, house rent, house insurance. He earned rupees 2,700 in share speculation business and lost 4,200 in cotton speculation business. Random speculative business ആണ് പറയുന്നത്. In the year 2015-16, he has gifted rupees 30,000 to his wife and rupees 20,000 to his son, who was aged 11. The gifted amounts were advanced to Mr. R, who was paying interest at the rate 19% per annum. Yes, received gift of rupees 30,000 each from 4 friends. He contributed rupees 50,000 to public provident fund. So നമുക്ക് ഫസ്റ്റ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം. ഇതാണ് നോർമൽ പ്രൊവിഷൻസിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം. ആദ്യം കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി for the assessment year 21-22. Regular provisions. So regular provision, that means income tax normal provisions which are margin compute another particulars, amount. Next one, salary including dearness allowance. So first നമുക്ക് എന്ത് കൊടുക്കാം, ഇൻകം അണ്ടർ ദ ഹെഡ് സാലറീസ്. സാലറി ഇൻക്ലൂഡിങ് DA എമൗണ്ട് എത്രയാണ്, 3,35,000. 3,35,000. Then bonus 11,000. Bonus 11,000. പിന്നെ എന്തൊക്കെയായിരുന്നു, സാലറി ഓഫ് സെർവൻറ്റ് പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ, റെൻറ്റ് പെയ്ഡ് ബൈ സിദ്ധാർത്ഥ് ഫോർ ദ അക്കോമഡേഷൻ, ദെൻ ബിൽസ് പെയ്ഡ്. സോ ഇത് രണ്ടും എന്തിനകത്ത് വരും, പെർക്വിസിറ്റ്സിനകത്ത് വരും. സാലറി ടു സെർവൻറ്റ്, ബിൽസ് പെയ്ഡ് ബൈ എംപ്ലോയർ. സാലറി ടു സെർവൻറ്റ് ഇത്രയാണ് 12,000. എല്ലാം എന്താണ്, പെർക്വിസിറ്റ്സ്. ഗ്യാസ്, electricity, then water. എല്ലാം കൂടി ചേർത്തായിരുന്നു. So 11,000.
total 23,000. 3 lakhs 69,000. So ഇനി നമുക്ക് എന്താണ് ഇത് ഗ്രോസ് സാലറി ആണ്. സോ ഇനി നമ്മൾ എന്ത് ലെസ് ചെയ്യും? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. സോ ഇവിടെ 16 ക്ലോസ് ഉണ്ട്, ബാക്കി രണ്ട് സെനാരിയോയും വന്നിട്ടില്ല. സോ നമുക്ക് എത്ര കുറയ്ക്കാം? 50,000 കുറയ്ക്കാം. കുറച്ചുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സാലറി ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ സാലറി 3,19,000. 3,19,000. സോ ദെൻ നെക്സ്റ്റ് എന്താണുള്ളത്? ലോൺ എടുത്തിട്ടുണ്ട്. സോ ഹൗസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അടുത്ത ഹെഡ്. സോ ഇത്രയായിരുന്നു റെന്റ് കിട്ടുന്നത്. സോ ബ്ലാക്ക് പ്രോപ്പർട്ടി 3,500 പെർ മന്ത്. സോ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമുക്ക് എന്തെടുക്കാം? വേറെ സെനാരിയോ ഒന്നും പറയാത്തതുകൊണ്ട് ആക്ച്വൽ റെന്റ്. സോ GAV 3,500 ഇൻറ്റു 12 കിട്ടും 42,000 പ്ലസ് മുനിസിപ്പൽ ടാക്സ് പേ. സോ എത്രയാണ് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിരിക്കുന്നത്? 4,300. 4,300. സോ കിട്ടും നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂ വിൽ ബി 37,700. 37,700 less deduction under section 24. So clause A 30% into 37,700. Clause B interest paid. So let's in എടുത്തിരിക്കുന്നത് 1,60,60,000 അതിൻ്റെ 15%. സോ എത്ര കിട്ടും? ഇത് 30% എടുക്കുമ്പോഴത്തേക്കും 11,310. ഇതിൻ്റെ 15% എടുക്കുമ്പം 24,000. സോ ടോട്ടൽ 35,310. കുറച്ച് എത്ര കിട്ടും? HP ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം. സോ കൂടെ ഉള്ളത് 2,390. സോ ഇനി നമുക്കുള്ളത് സ്പെക്കുലേറ്റീവ് ബിസിനസ്. PGBP പറയുന്നുണ്ട്. സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം എത്രയുണ്ട്? സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം 2,700 and loss 4,200. So speculative business loss can be set off against speculative income only. Section 70. So speculative business income. Speculative business income എത്രയാണ്? 2,700. Speculative loss 4,200. So that means loss എത്ര ഉണ്ട്? 1,500. ഇതിനെയും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ്. സോ ഈ ലോസ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് സ്പെക്കുലേറ്റീവ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് സ്പെക്കുലേറ്റീവ് ഇൻകം. ദെൻ ഇനി എന്താണുള്ളത്? IFRS, ഇൻകം ഫ്രം IFRS, ഇൻകം ഫ്രം അതർ സോഴ്സ്. സോ അതർ സോഴ്സിൽ എന്തൊക്കെ ഇൻകമാണ് വരുന്നത്? എന്തൊക്കെയാണ്? ഇൻ ദ ഇയർ received 30,000 each from 4 funds he contributed, then he went into speculative business. So ഇത് രണ്ടുമാണ് അതർ സോഴ്സ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്. സോ ഗിഫ്റ്റ് 30,000 into 4. So 1,20,000. Okay. Then ഒരു 30,000 20,000 കൊടുക്കുന്നുണ്ട്. 30,000 in the gifted 30,000 to his wife
20,000 to his son aged 21. Sorry, 11. That means minor സണ്ണിന് കൊടുത്തിട്ടുണ്ട് 20,000 രൂപ. 19% ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ക്ലബിംഗ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യും. മൈനറുടെ ഇൻകം മൈനേഴ്സ് ഇൻകം. സോ ഇൻകം എത്രയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ IFOSൽ 20,000 into 19%. So 20,000 into 19%, 3,800. But now can they determine the club beam plus exemption under section 10 subsection 32 program 1500. So much of 2500. Then സ്പൗസിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ക്യാഷ് 50,000. സോ അതിന് അഗെയിൻസ്റ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റും എന്താണ്? 64 സബ്സെക്ഷൻ 1. സോ സ്പൗസിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൾസോ. സോ വിത്തൗട്ട് കൺസിഡറേഷൻ പ്രോപ്പർട്ടി ട്രാൻസ്ഫേർഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ. അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്താൽ സ്പൗസിന് കിട്ടുന്ന ഇൻകവും എന്ത് ചെയ്യും? ക്ലബ് ചെയ്യും. സോ ഇൻട്രസ്റ്റ് ഇൻകം ആൻഡ് IFOSൽ. സോ എത്രയാണ് വരുന്നത്? So asset transferred to spouse without or inadequate consideration. So അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്താൽ under section 64 subsection 1 clause 4 30,000 into 19% കിട്ടും 5,700. Then gross total income വരും. ഇത്രയൊക്കെയാണ്. സാലറി 3,19,000. HP 2,390. അതർ സോഴ്സിലെ ടോട്ടൽ 1,28,000. Therefore ഗ്രോസ് ടോട്ടൽ ഇൻകം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 4,49,390 പ്ലസ്. സോ ഇതിൽ നമുക്ക് എന്താണ്? പ്ലസ് ചാപ്റ്റർ 6A ഡിഡക്ഷൻ. സോ PPFലെ കോൺട്രിബ്യൂഷൻ സെക്ഷൻ 80C എത്രയാണ്? ഒരു 50,000. സോ 50,000 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 3,99,390. സോ നമുക്ക് ഒബിയസ്ലി അറിയാം ഇതിനകത്ത് ടോട്ടൽ ഇൻകം ലെസ് ദാൻ 5 lakh ആണ്. സോ 87A പ്രകാരം ഇവിടെ ടാക്സ് ലയബിലിറ്റി ഒന്നും വരത്തില്ല. സോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുവാണെങ്കിൽ അപ് ടു 2,50,000 നിൽ, ദെൻ 2,50,000 to 3,99,330 വരെ ഇത്രയാണ് 5% എടുത്ത് കഴിയുമ്പോഴത്തേക്കും 3,99,390 minus 2,50,000 into 5% ചെയ്ത് വരുമ്പോൾ നമുക്ക് 7,470. ബട്ട് സെക്ഷൻ 87A നമുക്ക് ഫുൾ റീബേറ്റ് ക്ലെയിം ചെയ്യാം. അപ് ടു 12,500 വരെ ക്ലെയിം ചെയ്യാം. സോ നില്ലായിരിക്കും നമുക്ക് എന്താണ്? റെഗുലർ പ്രൊവിഷൻ പ്രകാരം നമുക്ക് എന്ത് വരുന്നത്? ടാക്സ് ലയബിലിറ്റി. ഓക്കെ. സോ ഇനി നമുക്കറിയാം റെഗുലർ പ്രൊവിഷൻ പ്രകാരം ഇല്ലാണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്തിലേക്ക് പോകേണ്ട കാര്യമില്ല, 115 BSലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാവർക്കും ഒരു ഇതാണ് 115 BSൽ ഒത്തിരി റേറ്റ് കുറവാണല്ലോ. എന്താ അവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി under section 115 BAC. സോ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ഇൻകം ആണ് ആസ് പെർ റെഗുലർ ആണെങ്കിൽ ടോട്ടൽ ആസ് പെർ റെഗുലർ പ്രൊവിഷൻസ് എത്രയാണ് കിട്ടുന്നത്? 3,99,390. സോ നമുക്ക് ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസലവ് ചെയ്യുന്ന എക്സംഷൻസ് അല്ലെങ്കിൽ സോ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അണ്ടർ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആഡ് ചെയ്യുന്ന അണ്ടർ സെക്ഷൻ 16 ക്ലോസ് IA. സോ 50,000 ആഡ് ചെയ്യാം. ദെൻ പിന്നെ വേറെ ഏതാണുള്ളത്?
സോ നമുക്ക് പിന്നെ അറിയാം സെക്ഷൻ 24B പ്രകാരമാണ് പറയുന്നത്. 24Bയിൽ ഇൻട്രസ്റ്റ് ഡിസലോ ചെയ്യുന്ന ഏത് കേസിലാണ്? സെക്ഷൻ 23 ദാറ്റ് മീൻസ് സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. ഇവിടെ എന്താണ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. സോ അതുകൊണ്ട് നമുക്കൊന്നും ആഡ് ചെയ്യാനില്ല. സോ അവിടെ ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ വേറെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ സെറ്റ് ഓഫ് വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പ്രൊവിഷൻ 115 BSൽ പറയുന്നത്. സോ ഇവിടെ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 24B ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്കാണ്. നമുക്ക് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. ദെൻ നമുക്കറിയാം സെക്ഷൻ 10 സബ്സെക്ഷൻ 32ൽ 1500 രൂപ നമ്മൾ അവിടെ കുറച്ചിട്ടുണ്ടായിരുന്നു. ക്ലബിംഗ് 64 സബ്സെക്ഷൻ 1A ദെൻ എന്താണ് ഇത്രയായിരുന്നു നോക്കുന്നത്. പിന്നെ ഡിഡക്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ആസ് പെർ സെക്ഷൻ 80C വരും ഒരു 50,000. സോ ടോട്ടൽ എടുക്കുമ്പോഴത്തേക്കും 4,99,390 പ്ലസ് 1,500. സോ എത്ര വരും? 5,890,000 ഉണ്ടോ? 115. സോ ഇവിടെ എത്രയുള്ള നോർമൽ പ്രൊവിഷൻസ് എടുത്തു കഴിഞ്ഞാൽ 3,99,390 ഉള്ളൂ. പക്ഷേ നമ്മൾ എന്താണ് കൺസെഷണൽ റേറ്റിലേക്ക് പോയപ്പോൾ നമുക്ക് എന്താണ് ടാക്സബിൾ ഇൻകം ഉണ്ടായി. സോ ഇവിടെ നമുക്കറിയാം അപ് ടു 2 lakh 2 lakh 1 to 5 lakh 5%, 5 lakh to 7.5 lakh, 5 lakh 1 to 7.5 lakh 10% ആണ്. സോ ഒബ്വിയസ്ലി നമ്മൾ ഇവിടെ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാക്സബിൾ ലയബിലിറ്റി വരും. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ് ടു 2.5 lakh നിൽ 2.5 to 5 lakh 5%, that means 2,50,000 5%, 12,500. then മിച്ചം വരുന്ന 890യുടെ 10% 89. സോ ടോട്ടൽ എത്ര വരും? 2,12,589. ഇതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യാം? 87 കിട്ടില്ല, ബിക്കോസ് 5 lakhന് മുകളിലാണ് ടോട്ടൽ ഇൻകം. ആഡ് ഹെൽത്ത് ആൻഡ് education cess and rate 4%. So അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 504 വരും. സോ ടാക്സ് ലയബിലിറ്റി 13,094 rounded off to 13,090. നോർമൽ പ്രൊവിഷൻ എടുത്താൽ ആക്ച്വലി ടാക്സ് ഇല്ല. നമ്മൾ എന്താണ് ടാക്സ് കുറയും എന്ന് പറഞ്ഞ് കൺസെഷണൽ റേറ്റിലുള്ള 115 BSc എടുത്തപ്പോൾ ആക്ച്വലി എന്ത് വന്നു? സോ ഇതുകൊണ്ടാണ് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും SSC ഏത് ഓപ്ഷൻ എടുക്കും? SSC should opt normal provision. So because it is favorable, normal provisions are favorable for SSC because there will not be any tax under normal provision, but as per section 115 BSc there will be a tax of 13,090. Okay. Mr. X, aged 50, is a salaried employee, B Private Limited, and he furnishes the following details for the previous year 2021: particulars, amount, basic salary, HRA, LTC, new pension scheme, NPS by B Limited. So 80CCD subsection 2 payment of provisional tax by Mr. X. House property 1 self-occupied loss ആണ്. ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഇൻകം ആണ്. ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ലോസ് ആണ്. സോ SB ഇൻട്രസ്റ്റ് റിസീവ്ഡ് by minor son 800, SB interest received by minor daughter 2000, interest from SB account of Mr. X 28,000, interest on PPF credited on 31st March 2021 55,000, NPS contribution of Mr. X 9 lakh, PPF contribution of Mr. Y 20,000. നോക്കാം. സോ ഇവിടെ സാലറി വരുന്നുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അതർ സോഴ്സും ദെൻ അതർ ഡിഡക്ഷൻസ് ആണ് പറയുന്നത്. ചാപ്റ്റർ 6 ഡിഡക്ഷൻസ്. സോ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് total income and tax liability for the assessment year 21-22 normal provisions. Normal
provisions. Articulates amount in rupees. Then first one, salary. Basic എത്രയാണ് 40 lakhs. Then HRA എത്ര ഉണ്ട് 90,000 ഉണ്ട്. Then ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് തന്നിരിക്കുന്നു 10 subsection 13A 10 subsection 13A പ്രകാരം exemption കിട്ടുന്ന 60,000. So less exemption under section 10 subsection 13A 60,000 വരും 30,000. Then next one, leave travel concession ഉണ്ടായിരുന്നു 1,95,000. Then plus exemption under section 10 subsection 5 1,80,000. So 15,000. So employers, then no pension scheme contributed by bill. That means employers' contribution to pension scheme referred in section 80 CCD and another section 11 subsection 1 പ്രകാരം salary വരുന്നതാണ്. So section 80 CCD subsection എത്രയാണ് വരുന്നത് 4,80,000. So that means gross salary will be 45,25,000 plus reduction under section 16 എന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. Personal tax pay ചെയ്തിട്ടുണ്ട്. So clause 1A 50,000 ഉണ്ട്. Personal tax pay ചെയ്തിട്ടുണ്ട് എത്രയാണ് 2,000. So total 52,000 കുറച്ച് കഴിയുമ്പോഴത്തേക്കും salary, taxable salary, net salary 44,73,000. So net salary കിട്ടി. നമുക്ക് അടുത്ത ഹെഡ് ഏതാണ് ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയിൽ HP1 സെൽഫ് ഒക്യുപ്പൈഡ് ആയിരുന്നു. തുടങ്ങുന്നത് 1,05,000. Which one? House property 2 ഒരു 60,000. Then house property 3 let out ആണ് ഒരു 80,000. So ഇത് ഒരു 1,20,000 വരും 1 lakh loss of 1,25,000. So 1,25,000 നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ഓഫ് ചെയ്യാം 1,25,000. So set off ചെയ്ത് കഴിയുമ്പോൾ വരും 44,73,000 നിന്ന് 1,25,000 43,48,000. So ഇനി എന്നുള്ളത് IFOS ആണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. സോ IFOS നമുക്ക് എന്തൊക്കെയാണുള്ളത് SB interest minor threadno first 800 under section 10 subsection 32 le entire 800 poi. Then SB interest minor daughter the minor son aayirunnu minor daughter third 2,000. Then exemption under section 10 subsection 32 1,500 പറയും. So മിച്ചം എത്ര ഉണ്ട്
500. Then SB interest, okay, associate SB interest ഒരു 28,000. Then interest from any interest will be taxed under IFRS. Interest from PPF, Public Provident Fund, il ninnu 55,000 kittunnundu, but it is exempted under section 10 subsection 11. Entire 55,000 will not be taxed. Okay. So total etra varunundu IFRS il oru 500 then 28,000. So 28,500. 28,500. Gross total income will be 43 lakhs 76,500. 76,500. So ഇതിൽ നമുക്ക് എന്താണ് less deduction under chapter 6A. Okay. So chapter 6A ഏതൊക്കെയുണ്ട്? 80C ഒരു PPF ഉണ്ട്. പറയുന്നത് PPF contribution to 20,000, then 20,000. So ഇവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. എംപ്ലോയി അല്ലെങ്കിൽ അസസിയുടെ കോൺട്രിബ്യൂഷൻ ടു 80CCD ഒരു 4 lakh പറയുന്നുണ്ട്. സോ നമുക്കത് ഒരു ടാക്സ് പ്ലാനിങ്ങിനകത്ത് സെക്ഷൻ 80CCD സബ്സെക്ഷൻ 1 ഒരു 3,50,000 ഇതിങ്ങനെ എടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 80CCD സബ്സെക്ഷൻ 1B ഒരു 50,000 വരെ നമുക്ക് ക്ലെയിം ചെയ്യാം. സോ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് 80CC 80CCC 80CCD സബ്സെക്ഷൻ 1 എല്ലാം കൂടെ ചേർത്ത് എത്ര റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്? 1,50,000 റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇത് എത്രയേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇതൊരു ടാക്സ് പ്ലാനിങ് ആണ്. ഇവിടെ കൊണ്ട് 4 ലക്ഷം എൻ്റെ 4 ലക്ഷം എഴുതി നമുക്ക് എന്ത് കിട്ടില്ല. 80CCD 1B 50,000 ക്ലെയിം ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ. സോ 1,50,000. സോ ഇവിടെ ഒരു then ഒരു 50,000 then സെക്ഷൻ 80CCD സബ്സെക്ഷൻ 2 എത്ര പേ ചെയ്തിട്ടുണ്ട്? ഒരു 4,80,000 പേ ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്കറിയാം പ്രൊവിഷൻ പ്രകാരം എന്താണ് സാലറിയുടെ 10%. സോ ബേസിക് 4 ലക്ഷമാണ്, 40 ലക്ഷമാണ്. അതിൻ്റെ 10% എത്ര വരത്തുള്ളൂ? 4 ലക്ഷം വരത്തുള്ളൂ. ഇതിൽ ലീസ്റ്റാണ് വരുന്നത്. സോ നമുക്ക് എത്ര കിട്ടത്തുള്ളൂ? 4 lakhs. ദെൻ പിന്നെ എന്താണുള്ളത് എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. കുറേ സെക്ഷൻസ് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. സെക്ഷൻ 80 കുറേ സെക്ഷൻസ് ചേർത്തിട്ട് എലിജിബിൾ ആയിട്ട് എത്ര രൂപയാണ് പറഞ്ഞിരിക്കുന്നത്? 2,81,000. 2,81,000. പിന്നെ ഒരു കാര്യം മറന്നു പോകരുത്, നമ്മൾ എന്താണ് സെക്ഷൻ 80 TTA അയാൾക്ക് SB ഇൻട്രസ്റ്റ് ഉണ്ട്, 10,000 കൂടുതലുണ്ട്. നമുക്ക് 10,000 വരെ എന്ത് കിട്ടാം? ഡിഡക്ഷൻ കിട്ടാം. സോ ചാപ്റ്റർ 6A ഡിഡക്ഷൻ 1,50,000 plus 50, 2 lakh, then 4 lakh, 6 lakh, 6 lakh plus 2,81,000, 8,91,000. So 8,91,000 കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8,91,000. സോ കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും ടോട്ടൽ ഇൻകം സോ എത്ര കിട്ടും? 34 lakhs 85,500. So tax liability compute ചെയ്താൽ tax liability up to 2.5 lakh ഒന്നും വരില്ല, nil. 2.5 lakhs to 5 lakhs 5%, 12,500. 5 lakhs to 10 lakhs 20%, അത് വരും 1 lakh വരും. Then 10 lakh. So 34,85,500 minus 10 lakhs into into 30%. So that means 24,85,500 in the
30% ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന 7,45,650. സോ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 8,58,150. ഇവിടെ എന്ത് ചെയ്യുക, ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് @4% ചെയ്ത് വരുമ്പം 34,326 ആഡ് ചെയ്യാം. 8,92,476. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, 15BAC പ്രകാരം എത്ര ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ എത്ര ടോട്ടൽ ഇൻകം വരും, അതുകൂടെ നമ്മൾ കണ്ടുപിടിക്കണം. Computation of total income under section 115BAC and tax liability. Particulars, amount, rupees. സോ നമ്മളിപ്പം ടോട്ടൽ ഇൻകം ആസ് പെർ നോർമൽ പ്രൊവിഷൻ എത്രയായിരുന്നു, ടോട്ടൽ ഇൻകം 34,85,500. 34,85,500. സോ ഇതിനകത്തൂടെ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് നോക്കാം. ആഡ് ചെയ്യേണ്ടത് ആദ്യം പോലെ എടുത്തു കഴിഞ്ഞാൽ HRA കിട്ടില്ല, 60,000. HRAയിൽ എത്ര ആഡ് ചെയ്യണം, 60,000 ആഡ് ചെയ്യണം. ദെൻ 16 HRA under section 10 subsection 13A 60,000 add ചെയ്യണം. Then 16, okay, under section 16 വരുന്നുണ്ട് ടോട്ടൽ 52,000 വരുന്നുണ്ട്, അത് ആഡ് ചെയ്യണം. ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ 24B പ്രകാരം സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ലോസ് വരുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും, ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ 1,05,000. ദെൻ നമ്മൾ നേരത്തെ കേസിൽ ഒരു 20,000 സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 71 പ്രകാരം ഒരു 20,000 സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്യണം. ഒരു സെറ്റ് ഓഫും വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ഒന്നും പറ്റില്ല. ദെൻ സോ സാലറി കഴിഞ്ഞു, ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞു. ദെൻ IFOSലാണെങ്കിൽ ഒരു 800, 1,500, 800ഉം 1,500 ലെസ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. 800 + 1,500 2,300. Then 10 subsection under section 10 subsection 32 800 + 1,500 2,300. Okay. Then വേറെ എന്തൊക്കെയാണ്, 10 subsection 11 നമുക്ക് എന്താണ് 115BACയിൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ദെൻ 80C 1,50,000, 80CCD 1,50,000 + 50,000 ഒരു 2 lakh, then ഒരു 2,81,000, then ഒരു 10,000. സോ ഇത് 80CCD എലിജിബിൾ ആണ്, ബിക്കോസ് ഓൾറെഡി 4,80,000 നമ്മൾ സാലറിയിൽ കാണിച്ച് ടാക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 80CCD എലിജിബിൾ ആണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചാണ് 80CCD സബ്സെക്ഷൻ 2 ആൻഡ് 80JJAA 2 സെക്ഷനാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡിസലൗഡ് ആണ്. സോ 1,50,000 + 50,000 2 lakh, then 2,81,000, then 10,000. So then section 80E CCE പ്രകാരം നമുക്കൊരു 1,50,000 വരുന്നുണ്ട്. Then section 80CCD subsection 1B ഒരു 50,000 വരുന്നുണ്ട്. Then സെക്ഷൻ 80യിലെ ബാക്കിയെല്ലാം കൂടെ 281. ദെൻ സെക്ഷൻ 80യിലെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എല്ലാം കൂടെ ചേർത്തിട്ട് 2,81,000. ദെൻ സെക്ഷൻ 80TTA ഒരു 10,000. സോ ആഡ് ചെയ്തെടുക്കാം. സോ ഒരു ഇന്നത്തെ ഏതാണ് മിച്ചുള്ളത്, ഒരു 10 subsection 5ല് സെക്ഷൻ 10 subsection 5ല് നമുക്ക് 1,80,000 കുറച്ചിട്ടുണ്ടായിരുന്നു.
സോ അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം എത്ര വരും? 43,95,800. നമുക്ക് റെഗുലർ പ്രൊവിഷൻ പ്രകാരം നമുക്ക് എത്ര ഉള്ളായിരുന്നു? 34,85,000 ഉള്ളായിരുന്നു. 115 BSc എടുത്തപ്പോഴത്തേക്കും 43,95,800 വന്നു. പക്ഷേ അവിടെ സ്ലാബ് റേറ്റ് വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോയെന്ന്. സോ 2.5 lakh വരെ nil, then 2.5 lakhs to 5 lakh 5%. Remember 12,500. Then 5 lakh to 7.5 lakhs 10%. 2,50,000 10%, 25,000. Then 7.5 lakhs to 10 lakhs 15%. Return 37,500. Then 10 lakh to 12.5 lakhs another 20%, so 50,000. Then 12.5 lakhs to 15 lakhs 25%, so 62,500. Then 15 lakh മുകളിലോട്ട് എത്രയാണ്? So 43,95,800 minus 15 lakhs into 30% എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത് 8,68,740. ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 10,56,240. ഇതിൻ്റെ കൂടെ എന്താണ്? സെസ് അറ്റ് ദ റേറ്റ് 4%, 42,250 ആഡ് ചെയ്യുമ്പോഴത്തേക്കും എത്രയാണ്? 10,98,490. സോ ഏതായിരിക്കും ബെറ്റർ ഓപ്ഷൻ? ആദ്യത്തെ എത്ര വരത്തുള്ളൂ? 8,92,000 വരുന്നുള്ളൂ. സോ നോർമൽ പ്രൊവിഷൻ ആയിരിക്കും ബെറ്റർ. നോർമൽ പ്രൊവിഷൻ വിൽ ബി ബെറ്റർ. സോ ഇത്രയാണ് നമ്മുടെ 115 BSc തിയറി പ്ലസ് പ്രോബ്ലംസ്. സോ 115 BSc എപ്പോഴും ശ്രദ്ധിക്കുക. ഒറ്റയടിക്ക് കൺസെഷൻ റേറ്റ് ആണെന്ന് ചാടിക്കയറി 115 BSc ഒട്ടിയത് ബിക്കോസ് നോർമൽ പ്രൊവിഷനിൽ നോർമൽ ആക്ടിലെ അല്ലെങ്കിൽ നോർമൽ പ്രൊവിഷൻസ് പ്രകാരം കിട്ടുന്ന പല ഡിഡക്ഷൻസും നമുക്ക് എന്തിൽ കിട്ടില്ല? 115 BScയിൽ കിട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് ഡിഡക്ഷൻ അതെല്ലാം നോക്കിയതിന് ശേഷം മാത്രം ആൻസറിലേക്ക് വരിക. സോ ഇത്രയാണ് 115 BSc. ഓക്കെ, താങ്ക് യു.